നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചരിത്രപ്രസിദ്ധമായ തൃശൂർ പൂരത്തിന് കൊടിയേറി. പ്രധാന പങ്കാളികളായ തിരുവമ്പാടിയും പാറമേക്കാവിലും ഘടകക്ഷേത്രങ്ങളിലും കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചത് തട്ടകക്കാരും ദേശക്കാരും. ചടങ്ങിൽ നൂറുകണക്കിന് വിശ്വാസികളും പൂരപ്രേമികളും. 33% സ്ത്രീ സംവരണം നിയമസഭാ പാർലമെന്റുകളിൽ ഉറപ്പാക്കുന്നതിനായി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വനിതാ സംവരണ ബില്ലിനെ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി പുറങ്കാലുകൊണ്ട് തട്ടിത്തെറിപ്പിച്ചെന്ന് മഹിളാ മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി സിനി മനോജ്. കേരളത്തിൽ നിന്നും നവോത്ഥാനം പറഞ്ഞുകൊണ്ട് സ്ത്രീകൾക്കൊപ്പമാണെന്ന് നാഴികയ്ക്ക് 40 വട്ടം ഉരുവിടുന്ന ഭരണപക്ഷ പ്രതിപക്ഷ MP-മാർ ബില്ലിനെ എതിർത്തത് ഖേദകരമെന്നും സിനി മനോജ്. രാജ്യത്ത് പകുതിയിലധികം വരുന്ന സ്ത്രീജനങ്ങളോടുള്ള വഞ്ചനാപരമായ സമീപനമാണ് ബില്ലിനെ എതിർത്തതിലൂടെ പുറത്തു വന്നതെന്നും മഹിളാ മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി. ഒരു പിടി നെല്ലുമായി കർഷക സംഘത്തിന്റെ പ്രതിഷേധം പാലക്കാട്ട്. നെല്ല് സംഭരിക്കാത്തതിലും വില നൽകാത്തതിലും പ്രതിഷേധിച്ച് പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ പാലക്കാട് DCCയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചത്. സ്വന്തം സമ്പത്ത് നൽകിയാൽ ലോണുകാരാകുന്ന തലതിരിഞ്ഞ സാമ്പത്തിക ശാസ്ത്രം നടപ്പാക്കിയ ഏക സർക്കാരാണ് കേരളത്തിലെ ഇടതു സർക്കാർ എന്ന് മുൻ MLA CP മുഹമ്മദ്. കഴിഞ്ഞ സീസണിലെ വില പോലും പൂർണ്ണമായി നൽകാത്ത LDF സർക്കാർ മെയ് 4-ന് കർഷക കണ്ണീരിൽ എരിഞ്ഞു തീരുമെന്നും CP മുഹമ്മദ്. വടക്കാഞ്ചേരി നഗരസഭയിൽ വിജിലൻസിന്റെ മിന്നൽ പരിശോധന. മണ്ണെടുപ്പ് ക്രമക്കേടിൽ ഫയലുകൾ കസ്റ്റഡിയിലെടുത്തു. റെയ്ഡ്. കെട്ടിട നിർമ്മാണ പെർമിറ്റുകൾ ദുരുപയോഗം ചെയ്ത് അനധികൃതമായി മണ്ണെടുത്തു മാറ്റുന്ന മാഫിയ സംഘങ്ങൾക്കെതിരെ സംസ്ഥാന വ്യാപകമായി വിജിലൻസ് നടത്തുന്ന നടപടികളുടെ ഭാഗമായി. ചൂടിന് കാഠിന്യം കൂടുമ്പോൾ പലവിധ രോഗങ്ങൾ പിടികൂടാനുള്ള സാധ്യതയുള്ളതായി ആരോഗ്യവകുപ്പിന്റെ മുന്നറിയിപ്പ്. ആവശ്യമായ മുൻകരുതലും ജാഗ്രതയും വേണമെന്ന് ഷൊർണൂർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ഡോക്ടർ R. ഹരി. നിലവിലെ സാഹചര്യത്തിൽ 2 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കണമെന്നും നിർദ്ദേശം. മദ്യലഹരിയിൽ ഭക്ഷണം വിളമ്പുന്നതിനെ ചൊല്ലിയുണ്ടായ തർക്കത്തെ തുടർന്ന് യുവാവിന്റെ അടിയേറ്റ് അമ്മാവൻ മരിച്ചത് പാലക്കാട് വടകരപ്പതി കൗണ്ടന്നൂരിൽ 45 വയസ്സുള്ള സെന്തിൽ കുമാർ. പ്രതിയായ സഹോദരിയുടെ മകനെ കസ്റ്റഡിയിലെടുത്ത് കൊഴിഞ്ഞാമ്പാറ പോലീസ്. വാർത്തകൾ വിശദമായി. ചരിത്രപ്രസിദ്ധമായ തൃശൂർ പൂരത്തിന് കൊടിയേറി. പ്രധാന പങ്കാളികളായ തിരുവമ്പാടിയിലും പാറമേക്കാവിലും ഘടകക്ഷേത്രങ്ങളിലും കൊടിയേറ്റ് നടന്നു. തട്ടകക്കാരും ദേശക്കാരും ചേർന്നാണ് കൊടിയേറ്റ് നടത്തിയത്. നൂറുകണക്കിന് വിശ്വാസികളും പൂരപ്രേമികളും കൊടിയേറ്റ ചടങ്ങിൽ പങ്കെടുക്കാനെത്തി. പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരം ഏപ്രിൽ 26-നാണ്. നൂറുകണക്കിന് വിശ്വാസികളും പൂരപ്രേമികളും കൊടിയേറ്റിൽ പങ്കെടുക്കാനെത്തി. കൊടിയേറ്റിന് ശേഷം വടക്കുന്നാഥ ക്ഷേത്ര മൈതാനിയിലെ മണികണ്ഠനാലിലും നായ്ക്കനാലിലും നടുവിലാലിലും പാറമേക്കാവിലെ പാലമരത്തിലും ദേശക്കാർ കൊടിനാട്ടി. കണിമംഗലം ശാസ്താക്ഷേത്രം, ചെമ്പുക്കാവ് കാർത്തിയാനി ക്ഷേത്രം, പരമുക്കുപിള്ളി ശാസ്താക്ഷേത്രം, പൂക്കാട്ടിരിക്കര കാരമുക്ക് ഭഗവതി ക്ഷേത്രം, ചൂരക്കോട്ടുകാവ് ഭഗവതി ക്ഷേത്രം, ലാലൂർ കാർത്തിയാനി ക്ഷേത്രം, അയ്യന്തോൾ കാർത്തിയാനി ക്ഷേത്രം, കുറ്റൂർ നെയ്തലക്കാവ് ഭഗവതി ക്ഷേത്രം എന്നീ ഘടകക്ഷേത്രങ്ങളിലും വിവിധ സമയങ്ങളിലായിരുന്നു കൊടിയേറ്റ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. 33% സംവരണം നിയമസഭാ പാർലമെന്റുകളിൽ ഉറപ്പാക്കുന്നതിനായി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വനിതാ സംവരണ ബില്ലിനെ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി പുറങ്കാലുകൊണ്ട് തട്ടിത്തെറിപ്പിച്ചെന്ന് മഹിളാ മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി സിനി മനോജ് പറഞ്ഞു. കേരളത്തിൽ നിന്നും നവോത്ഥാനം പറഞ്ഞുകൊണ്ട് സ്ത്രീകൾക്കൊപ്പമെന്ന് നാഴികയ്ക്ക് 40 വട്ടം ഉരുവിടുന്ന ഭരണപക്ഷ പ്രതിപക്ഷ MP-മാർ ബില്ലിനെ എതിർത്തത് ഖേദകരമാണെന്നും സിനി മനോജ് പറഞ്ഞു. രാജ്യത്ത് പകുതിയിലധികം വരുന്ന സ്ത്രീജനങ്ങളോടുള്ള വഞ്ചനാപരമായ സമീപനമാണ് ബില്ലിനെ എതിർത്തതിലൂടെ പുറത്തു വന്നതെന്നും വാർത്താ സമ്മേളനത്തിൽ സിനി മനോജ് ആരോപിച്ചു. ഈ ഒരു ഭേദഗതി നിമിത്തം ഏതൊരു സംസ്ഥാനത്തിൻ്റെയും പ്രാതിനിധ്യം ലോക്സഭയിൽ കുറയില്ല എന്ന് ഉറപ്പു നൽകിയിട്ടും ബില്ലിനെ അന്ധമായ രാഷ്ട്രീയ വിരോധം മൂലം ബില്ലിനെ എതിർക്കുകയാണ് പ്രതിപക്ഷം ചെയ്തതെന്നും ബില്ല് നിയമമായി മാറുന്നതോടെ 2029-ൽ നടക്കാനിരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 33% വനിതകൾക്ക് പ്രാതിനിധ്യം ലഭിക്കും എന്നതുകൊണ്ട് മാത്രമാണ് പ്രതിപക്ഷം ബില്ലിനെ എതിർത്തതെന്നും വനിതകൾ അങ്ങനെ മുന്നോട്ട് വരണ്ട എന്നതാണ് പ്രതിപക്ഷത്തിന്റെ നിലപാടെന്നും സിനി മനോജ് കൂട്ടിച്ചേർത്തു. കേരളത്തിൽ നിന്നും നവോത്ഥാനവും പറഞ്ഞുകൊണ്ട് വനിതകൾക്കൊപ്പം എന്ന് നാഴികയ്ക്ക് 48 വട്ടം ഉരുവിടുന്ന ഇവിടുത്തെ ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും MP-മാർ അവരും ഈ ബില്ലിനെ
എതിർത്തു എന്നുള്ളത് തികച്ചും ഖേദകരമാണ്. ഈ രാജ്യത്തെ പകുതിയിലധികം വരുന്ന സ്ത്രീ ജനങ്ങളോടുള്ള വഞ്ചനാപരമായ സമീപനമാണ് ഇതിലൂടെ പുറത്തു വന്നിട്ടുള്ളത്. BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ സെക്രട്ടറി സുമ ബാബു, വൈസ് പ്രസിഡന്റ് NR രജിത എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. നെല്ല് സംഭരിക്കാത്തതിലും വില നൽകാത്തതിലും പ്രതിഷേധിച്ച പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ പാലക്കാട് DCCയുടെ നേതൃത്വത്തിൽ ഒരു പിടി നെല്ലുമായി കർഷക സമരം. സ്വന്തം സമ്പത്ത് നൽകിയാൽ ലോണുകാരാകുന്ന തലതിരിഞ്ഞ സാമ്പത്തിക ശാസ്ത്രം നടപ്പാക്കുന്ന ഏക സർക്കാരാണ് കേരളത്തിലെ ഇടതു സർക്കാരെന്നും മുൻ MLA CP മുഹമ്മദ് പറഞ്ഞു. കഴിഞ്ഞ സീസണിലെ വില പോലും പൂർണ്ണമായി നൽകാത്ത LDF സർക്കാർ മെയ് 4-ന് കർഷക കണ്ണീരിൽ എരിഞ്ഞു തീരുമെന്നും CP മുഹമ്മദ് പറഞ്ഞു. അധികാരത്തിൽ കയറിയതോടെ കർഷകരുൾപ്പെടെയുള്ള LDF നൽകിയ വാഗ്ദാനം മാത്രമായി അവശേഷിച്ചു. കടക്കണിയിലായ കർഷകരെ വീണ്ടും മുക്കിക്കൊല്ലുന്ന സമീപനമാണ് സർക്കാർ സ്വീകരിച്ചത്. സ്വന്തം സമ്പത്ത് നൽകിയാൽ ലോണുകാരാകുമെന്ന തലതിരിഞ്ഞ സാമ്പത്തിക ശാസ്ത്രം നടപ്പാക്കിയ ലോകത്തെ ഏക സർക്കാരാണ് കേരളത്തിലെ ഇടതു സർക്കാർ. സഹകരണ സംഘങ്ങൾ വഴിയുള്ള നെല്ല് സംഭരണം കാപട്യമാണ്. ഉത്തരവിറക്കാത്ത വായാടിത്ത വിപ്ലവമാണ് സർക്കാർ നടത്തുന്നത്. ജില്ലയിൽ 99% കൊയ്ത്ത് കഴിഞ്ഞിട്ടും 10% നെല്ല് പോലും സംഭരിച്ചില്ല. അധിക വിളവ് കാലത്ത് അധിക സംഭരണമെന്ന പ്രായോഗിക സമീപത്തെ സർക്കാർ അട്ടിമറിക്കുകയാണ്. കേന്ദ്ര വിഹിതത്തിന്റെ പേരിൽ താങ്ങുവില നൽകാത്ത സർക്കാർ ഇൻസെന്റീവ് എന്തുകൊണ്ട് നൽകിയില്ലെന്ന് വ്യക്തമാക്കണം. UDF അധികാരത്തിൽ വന്നാൽ കർഷക രക്ഷാ പദ്ധതികൾ നടപ്പിലാക്കും. കഴിഞ്ഞ സീസണിലെ വില പോലും പൂർണ്ണമായി നൽകാത്ത LDF സർക്കാർ മെയ് 4-ന് കർഷക കണ്ണീരിൽ എരിഞ്ഞു തീരുമെന്നും CP മുഹമ്മദ് പറഞ്ഞു. ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷമാണ് പാലക്കാട് ജില്ലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ദൈനംദിനവുമായി ഏറ്റവും അധികം ബന്ധപ്പെട്ട ഒന്നാണ് പാലക്കാട് ജില്ലയിലെ കർഷകരുടെ ജീവിതം. ഈ കൃഷിക്കാർ അന്നദാതാവായ ഈ സമൂഹത്തിലെ പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ്. ഈ കൃഷിക്കാരുടെ താൽപ്പര്യങ്ങൾ അവഗണിച്ചുകൊണ്ട് രാജ്യം ഭരിക്കുന്ന ഒരു ഗവൺമെൻറ്റിനും മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. കർഷക രക്ഷാപ്രതിജ്ഞ CP മുഹമ്മദ് ചൊല്ലിക്കൊടുത്തു. DCC പ്രസിഡന്റ് A തങ്കപ്പൻ അധ്യക്ഷത വഹിച്ചു. KPCC ഭാരവാഹികളായ C ചന്ദ്രൻ, CV ബാലചന്ദ്രൻ, KA തുളസി, PV രാജേഷ്, ചിറ്റൂർ തത്തമംഗലം നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് സുമേഷ് അച്യുതൻ, P ബാലഗോപാൽ, പ്രകാശൻ കാഴ്ചപ്പറമ്പിൽ, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് CV സതീഷ്, കർഷക കോൺഗ്രസ് ഭാരവാഹികളായ B ഇക്ബാൽ, ശിവരാജ്, UDF സ്ഥാനാർത്ഥികളായിരുന്ന A സുരേഷ്, KM ഫെബിൻ, KC സുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വടക്കാഞ്ചേരി നഗരസഭയിൽ വിജിലൻസിന്റെ മിന്നൽ പരിശോധന. മണ്ണെടുപ്പ് ക്രമക്കേടിൽ ഫയലുകൾ കസ്റ്റഡിയിലെടുത്തു. കെട്ടിട നിർമ്മാണ പെർമിറ്റുകൾ ദുരുപയോഗം ചെയ്ത് അനധികൃതമായി മണ്ണെടുത്ത് മാറ്റുന്ന മാഫിയ സംഘങ്ങൾക്കെതിരെ സംസ്ഥാന വ്യാപകമായി വിജിലൻസ് നടത്തുന്ന നടപടികളുടെ ഭാഗമായാണ് വടക്കാഞ്ചേരി നഗരസഭയിലും പരിശോധന നടത്തിയത്. നഗരസഭയിൽ നിന്ന് ബിൽഡിംഗ് പെർമിറ്റ് നേടിയ ശേഷം കെട്ടിടം നിർമ്മിക്കാതെ പ്രസ്തുത സ്ഥലത്തു നിന്നും വൻതോതിൽ മണ്ണെടുത്ത് നീക്കി ലാഭം കൊയ്യുന്ന രീതി വ്യാപകമായതായി വിജിലൻസിന് രഹസ്യവിവരം ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നഗരസഭാ കാര്യാലയത്തിലെത്തിയ ഉദ്യോഗസ്ഥർ മണിക്കൂറോളം പരിശോധന നടത്തി. പരിശോധനയിൽ സംശയാസ്പദമായ നിരവധി ഫയലുകൾ വിജിലൻസ് സംഘം കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പെർമിറ്റ് എടുത്ത് മണ്ണ് നീക്കം ചെയ്ത് 1 വർഷം പിന്നിട്ടിട്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങാത്ത ഒട്ടനവധി കേസുകൾ നഗരസഭയ്ക്ക് കീഴിലുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം. വരും ദിവസങ്ങളിൽ കൂടുതൽ നടപടികൾ ഉണ്ടാകണമെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും വിജിലൻസ് അധികൃതർ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ചൂടിന് കാഠിന്യം കൂടുമ്പോൾ പലവിധ രോഗങ്ങൾ പിടികൂടാനുള്ള സാധ്യത ഉണ്ടാകുമെന്ന മുന്നറിയിപ്പുമായി ആരോഗ്യ വിഭാഗം അധികൃതർ. ആവശ്യമായ മുൻകരുതലും ജാഗ്രതയും ആവശ്യമാണെന്നും ഷൊർണൂർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ഡോക്ടർ R ശ്രീഹരി STVയോട് പറഞ്ഞു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 2 ലിറ്റർ വെള്ളമെങ്കിലും ഒരു ദിവസം കുടിക്കണമെന്നും ഡോക്ടർ പറയുന്നു. ദിവസവും ചൂടിന്റെ കാഠിന്യം കൂടി വരികയാണ്. ഇതേ തുടർന്ന് പലവിധ രോഗങ്ങൾ പിടിപെടാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പും ജാഗ്രതയും ആവശ്യമാണെന്നാണ് ആരോഗ്യ വിഭാഗം അധികൃതർ നൽകുന്ന സൂചന. പരമാവധി പുറത്തിറങ്ങാതിരിക്കുക. എന്തെങ്കിലും കാരണവശാൽ ചൂടേറ്റ് തലകറക്കം, ഛർദി, ദേഹാസ്വാസ്ഥ്യം എന്നിവ അനുഭവപ്പെടുകയാണെങ്കിൽ തൊട്ടടുത്തുള്ള ആശുപത്രിയെ സമീപിക്കേണ്ടതാണെന്നും പരിശോധന ആവശ്യമാണെന്നും ഷൊർണൂർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ R ശ്രീഹരി പറഞ്ഞു. ചൂട് കൂടുമ്പോൾ അതിൻ്റെതായിട്ടുള്ള മുൻകരുതൽ നമ്മൾ എടുക്കണം.
നല്ല ചൂടുള്ള സമയത്ത് പുറത്ത് ഇറങ്ങാതിരിക്കുക. നല്ല രീതിയിൽ തന്നെ നമ്മുടെ ശരീരത്തിനെ തണുപ്പിച്ച് വയ്ക്കാൻ നമ്മൾ ശ്രമിക്കണം. അപ്പോൾ വെള്ളം ധാരാളം കുടിക്കുക. നല്ല വെയിലത്ത് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തലകറക്കം എന്നീ അസുഖങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഛർദി വരാം, ദേഹാസ്വസ്ഥമൊക്കെ വരാം. അപ്പം നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വെയിലത്ത് പോയതിന് ശേഷം അനുഭവപ്പെടുകയാണെങ്കിൽ അടുത്തുള്ള ആശുപത്രിയെ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാം. മാക്സിമം ഇതെല്ലാം ഒഴിവാക്കാൻ ശ്രമിക്കുക. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മഞ്ഞപ്പിത്തം പോലുള്ള അസുഖവും വന്നു ചേരാൻ സാധ്യതകളുണ്ട്. പുറത്തുനിന്നുള്ള പാനീയങ്ങൾ പരമാവധി ഒഴിവാക്കണമെന്നും ഡോക്ടർ ശ്രീഹരി നിർദ്ദേശിക്കുന്നു. അതുപോലെ തന്നെ ഈ സന്ദർഭങ്ങളിൽ നമുക്ക് വരാൻ വേറൊരു അസുഖം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഞ്ഞപ്പിത്തം പോലെയുള്ള അസുഖങ്ങൾ ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. എല്ലാ രീതിയിലുള്ള പാനീയങ്ങൾ നമ്മൾ പുറത്തുനിന്ന് കഴിക്കുമ്പോൾ അതെല്ലാം ശ്രദ്ധിക്കുക. തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കാൻ ശ്രമിക്കുക. മഞ്ഞപ്പിത്ത രോഗങ്ങളിൽ നിന്ന് നമുക്ക് മുക്തി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ തിളപ്പിച്ചാറ്റിയ വെള്ളം തന്നെ കുടിക്കണം. അതുപോലെ ശുദ്ധജലങ്ങൾ മാത്രം, അല്ലാത്ത സ്ഥലങ്ങളിലെല്ലാം പോയിട്ട് പൂരങ്ങൾ, ഇപ്പം നിറയെ പൂരങ്ങളൊക്കെ ഉണ്ട്, പൂരങ്ങളിലെല്ലാം പോയി വെള്ളം വാങ്ങിച്ചു കുടിക്കുമ്പോൾ ഇതുപോലെയുള്ള അസുഖങ്ങൾ കൂടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല രീതിയിൽ ഇപ്പോൾ കണ്ടുവരുന്നത് യൂറിനറി ഇൻഫെക്ഷൻ ആൾക്കാർക്ക് കണ്ടുവരുന്നുണ്ട്. അതിനും കാരണം വെള്ളം കൂടി കുറഞ്ഞതുകൊണ്ടാണ്. അപ്പോൾ വെള്ളം കൂടി കുറയുന്ന കാരണം ഈ അസുഖവും കൂടുതലായി കണ്ടുവരുന്നു. നിറയെ എല്ലാവരും ആവശ്യത്തിന് മിനിമം 2 ലിറ്റർ വെള്ളമെങ്കിലും ഒരു ദിവസം കുടിച്ചിട്ടുണ്ടാവണം. ചൂടിനെ പ്രതിരോധിക്കാൻ ആവശ്യമായ മുൻകരുതലുകളും ജാഗ്രതയും എടുക്കണം. ഒരാൾ ഒരു ദിവസം 2 ലിറ്റർ വെള്ളമെങ്കിലും കുടിച്ചിരിക്കണമെന്നും ഡോക്ടർ നിർദ്ദേശിക്കുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മദ്യലഹരിയിൽ ഭക്ഷണം വിളമ്പുന്നതിനെതിരെ ചൊല്ലിയുണ്ടായ തർക്കത്തെ തുടർന്ന് യുവാവിനെ അടിയേറ്റ് അമ്മാവൻ മരിച്ചു. പാലക്കാട് വടകരപ്പതി കൗണ്ടന്നൂരിൽ 45 വയസ്സുള്ള സെന്തിൽകുമാറാണ് മരിച്ചത്. പ്രതിയായ സഹോദരിയുടെ മകൻ പ്രഭാകരനെ കൊഴിഞ്ഞാമ്പാറ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇന്നലെ രാത്രി 8 മണിയോടെയാണ് സംഭവം. അവിവാഹിതനായ സെന്തിൽകുമാർ സഹോദരിയായ ശാന്തിയുടെ കൂടെയാണ് താമസം. വീട്ടിൽ വെച്ച് സെന്തിൽകുമാറും പ്രഭാകരനും ഒരുമിച്ച് മദ്യപിച്ചിരുന്നു. തുടർന്ന് ഇവർ ഭക്ഷണം കഴിക്കുന്നതിനിടെയാണ് വാക്കേറ്റവും തർക്കവും ഉണ്ടായത്. PVC പൈപ്പ് പൊതിഞ്ഞ ഇരുമ്പ് ദണ്ട് കൊണ്ട് പ്രഭാകരൻ സെന്തിൽകുമാറിന്റെ തലയ്ക്കടിക്കുകയായിരുന്നു. ബന്ധുക്കൾ ചേർന്ന് സെന്തിൽകുമാറിനെ സമീപത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കൃത്യത്തിനു ശേഷം ഒളിവിൽ പോയ പ്രഭാകരനെ ഇന്ന് രാവിലെ തമിഴ്നാട് അതിർത്തിയിൽ നിന്നാണ് കൊഴിഞ്ഞാമ്പാറ പോലീസ് പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂർ കോടാലിയിൽ പാമ്പ് കടിയേറ്റ് മരിച്ച കുട്ടിയുടെ വീട്ടിൽ വീണ്ടും പാമ്പിനെ കണ്ടെത്തി. അൽജോയുടെ മൃതദേഹം വീട്ടിലെത്തിച്ച സമയത്ത് വീടിനരികിൽ നിന്നാണ് പാമ്പിനെ കണ്ടെത്തുകയായിരുന്നു. കടിച്ച പാമ്പിന്റെ അതേ വലിപ്പത്തിലുള്ള പാമ്പിനെ തന്നെയാണ് കണ്ടെത്തിയത്. പത്തിരിപ്പാല ജുമാ മസ്ജിദിന്റെ പുനർനിർമ്മാണത്തിനായി ഫണ്ട് സ്വരൂപിക്കുന്നതിന്റെ ഭാഗമായും യുവക്കൾക്ക് ദീനി അവബോധം നൽകുന്നതിനുമായി പത്തിരിപ്പാല യുവാക്കളുടെ കൂട്ടായ്മയിൽ ദ്വിദിന മതപ്രഭാഷണം നടത്തും. ഏപ്രിൽ 21, 22 തീയതികളിൽ വൈകിട്ട് 7-ന് തെക്കേക്കര റോഡിൽ ദാറുസ്സലാം നഗറിലാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. 21-ന് വൈകിട്ട് ഉസ്താദ് കുമ്മനം നിസാമുദ്ദീൻ അസ്ഹരി അൽ ഖാസിമയുടേതാണ് പ്രഭാഷണം. ഉമ്മ എന്ന ലോകം വിഷയത്തിലാണ് പ്രഭാഷണം. 22-ന് വൈകിട്ട് 7-ന് അൽ ഹാഫിൽ ഉസ്താദ് അഹമ്മദ് കബീർ ഭാഗവയുടേതാണ് പ്രഭാഷണം. തിരിച്ചറിവിന്റെ യൗവനം എന്ന വിഷയത്തിലാണ് പ്രഭാഷണം. SYS സംസ്ഥാന ഉപാധ്യക്ഷൻ PK ഇമ്പിച്ചി കോയത്തങ്ങൾ, മഹൽ ഖത്തീബ് ജാബിർ ഫൈസി, മഹൽ പ്രസിഡന്റ് CM അബ്ദുൽ ബഷീർ ഹാജി, PM യൂസഫ് എന്നിവർ വിശിഷ്ട അതിഥികളാകും. എല്ലാവരും പങ്കെടുത്ത് സഹകരിക്കണമെന്നും സഹായിക്കണമെന്നും സംഘാടകർ ആവശ്യപ്പെട്ടു. പരിപാടിക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്നും സംഘാടകർ അറിയിച്ചു. ആംബുലൻസ് അടക്കമുള്ള വിപുലമായ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. സ്ത്രീകൾക്ക് പ്രത്യേക സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. 3000-ലേറെ പേർക്ക് ഇരിക്കാനുള്ള സൗകര്യമുണ്ടെന്നാണ് സംഘാടകരായ TA താഹിർ, CB നൌഫൽ, AVM റസാഖ്, A ഹാരിഷ് സക്കറിയ, TS താഹിർ, AA ഷിഹാബ്, P അനീഷ്, CP നഫീൽ, ഫൈറൂസ് എന്നിവർ പറഞ്ഞു. കുമ്മനം നിസാമുദ്ദീൻ അസ്ഹരി അദ്ദേഹമാണ് കേരളത്തിലും മറ്റ് പുറത്തും വളരെ വിപുലമായ പ്രാസംഗിക രംഗത്ത് അദ്ദേഹത്തിൻ്റെ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തെ തന്നെ ഈ പരിപാടിക്ക് എത്തിക്കണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യമുണ്ടായിരുന്നത്. അവരുടെ ഡേറ്റെല്ലാം നമുക്ക് അനുകൂലമായി വന്നപ്പോൾ നാളത്തെ പരിപാടി ആദ്യമായി നടക്കുന്നത് അദ്ദേഹമാണ് സംസാരിക്കുന്നത്. 2-ാം ദിവസം നമ്മോട് അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത് കേരളത്തിലെ അറിയപ്പെടുന്ന പ്രാസംഗികനായ കബീർ ബാക്കവി അദ്ദേഹമാണ്. ഈ വിപുലമായ പരിപാടി നടത്താനും ഇതിനോട് സഹകരിക്കാനും എല്ലാ നല്ലവരായ നാട്ടുകാരും മറ്റ് പുറത്തുനിന്നുള്ളവരും പങ്കെടുക്കണം, ഈ പരിപാടി വിജയിപ്പിക്കണം എന്നുള്ളൊരു അഭ്യർത്ഥന കൂടി വെക്കുകയാണ്.
യുവാക്കളും അതുപോലെ തന്നെ മറ്റുള്ള ആളുകളും കൂടി സംഘടിപ്പിക്കുന്ന ഈ പ്രഭാഷണ പരിപാടി ഏകദേശം 10 വർഷക്കാലത്തിന് ശേഷമാണ് ഇങ്ങനെ വലിയൊരു കൂട്ടായ്മ ഒരു പരിപാടി ആസൂത്രണം ചെയ്തത്. കഴിഞ്ഞ 2 മാസക്കാലമായി ഇതിനു വേണ്ടിയിട്ട് ഇവിടുത്തെ യുവാക്കൾ വ്യാപകമില്ലാതെ വളരെ അങ്ങേയറ്റം പണിയെടുത്തിട്ടാണ് ഇങ്ങനൊരു വേദി 2 ദിവസത്തെ മതപ്രഭാഷണത്തിന് വേണ്ടി ഒരുക്കുന്നത്. അതിലേക്ക് കമ്മിറ്റിയുടെ ക്ഷണം സ്വീകരിച്ചെത്തുന്ന 2 യുവ പ്രാസംഗികന്മാർ, ഏകദേശം നമുക്കറിയാം കേരളക്കര മൊത്തം ചർച്ച ചെയ്യപ്പെടുന്ന 2 പ്രാസംഗികന്മാരാണ്. ഒന്ന് ഉസ്താദ് കുമ്മനം അൽ ഹസരി ഖാസിമിയാണ്, പിന്നെ ഒന്ന് കബീർ ബാക്കിബിയാണ് ഇവിടെ വരുന്നത്. ഒന്നാമത്തെ ദിവസം ഉമ്മ എന്ന വിഷയത്തെക്കുറിച്ചും, രണ്ടാമത്തെ ദിവസം 22-ാം തീയതി യൗവനത്തിൻ്റെ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. എല്ലാ നാട്ടുകാരെയും ഈ വേദിയിലേക്ക് അർഹമായി ക്ഷണിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാലം. ഗോത്ര സമൂഹത്തിൽ നിന്നും ആദ്യമായി നാടകരംഗത്തേക്ക് വന്ന കുപ്പുസ്വാമി മരുതൻ യങ് ആർട്ടിസ്റ്റ് നാടക അവാർഡ് തൃശൂർ സ്കൂൾ ഓഫ് ഡ്രാമയിലെ BTA പൂർത്തീകരിച്ച ശ്രീജിത്ത് CB അർഹനായി. നാടക ജനറൽ സെക്രട്ടറി K. ശൈലജ കുപ്പുസ്വാമി മരുതൻ്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ പുരസ്കാരങ്ങൾ ഏപ്രിൽ 24, 25, 26 തീയതിയിൽ നടക്കുന്ന ചരമവാർഷിക അനുസ്മരണ ചടങ്ങിൽ സമ്മാനിക്കുമെന്ന് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജീവിത ദുരവസ്ഥ മൂലം പ്രാഥമിക വിദ്യാഭ്യാസം പോലും മുറിഞ്ഞുപോയ കുപ്പുസ്വാമി മരുതൻ നാടകരംഗത്തിന്റെ ഉന്നതങ്ങൾ കീഴടക്കിയത് അതിയായ ആഗ്രഹവും കഠിനാധ്വാനവും കൊണ്ടാണ്. നാടക പഠനത്തിന് ശേഷം PhD പഠനം നടത്തുന്നതിനിടെയാണ് കുപ്പുസ്വാമി വൃക്ക രോഗബാധിതനായത്. പ്രശസ്ത എഴുത്തുകാരുടെ കഥകൾക്ക് പുറകെ പോകാതെ തീക്ഷ്ണമായ ജീവിത സാഹചര്യങ്ങളെയും ചുറ്റുപാടുകളെയും നാടകത്തിലൂടെ ജീവൻ നൽകിയ വ്യക്തിയാണ് കുപ്പുസ്വാമി. സ്വന്തം ഉയർച്ചയ്ക്കൊപ്പം അട്ടപ്പാടിയിലെ വിദ്യാർത്ഥികളുടെ ഉയർച്ച കൂടി ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത വ്യക്തി കൂടിയാണ് കുപ്പുസ്വാമി. ഗോത്ര സമൂഹത്തിലെ വിദ്യാർത്ഥികൾക്ക് മാതൃകയും പ്രോത്സാഹനവുമാണ് കുപ്പുസ്വാമി. കുപ്പുസ്വാമിയുടെ ചികിത്സ ചെലവിനായി സ്വരൂപിച്ച തുകയുടെ പലിശ ഉപയോഗിച്ചാണ് പുരസ്കാരം നൽകുന്നത്. തൃശൂർ സ്കൂൾ ഓഫ് ഡ്രാമയിലെ BTA പൂർത്തീകരിച്ച ശ്രീജിത്ത് CBക്ക് 25,000 രൂപയാണ് യങ് ആർട്ടിസ്റ്റ് നാടക പുരസ്കാരമായി നൽകുന്നത്. അട്ടപ്പാടി മേഖലയിലെ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ പ്രോത്സാഹനം എന്ന നിലയിലാണ് പ്രതിഭാ പുരസ്കാരം നൽകുന്നത്. 10,000 രൂപയടങ്ങുന്ന പുരസ്കാരം അട്ടപ്പാടി മേഖലയിൽ +1-ൽ ഉന്നത വിജയം നേടിയ ഗോത്ര സമൂഹത്തിലെ വിദ്യാർത്ഥികളായ സംഗീത AS, വിഷ്ണു പ്രസാദ്, ഗോകില P, ആദിത്യൻ എന്നിവർക്ക് നൽകും. 3 ദിവസങ്ങളിലായി നടക്കുന്ന അനുസ്മരണ പരിപാടിയിൽ സാംസ്കാരിക സമ്മേളനം, നാടക കളരി, നാടക അവതരണം, കുപ്പുസ്വാമിയെക്കുറിച്ച് നിർമ്മിച്ച ഡോക്യുമെന്ററി പ്രദർശനം തുടങ്ങിയവ നടക്കുമെന്നും ശൈലജ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പഠിച്ച തൃശൂർ സ്കൂൾ ഓഫ് ഡ്രാമയിൽ അദ്ദേഹത്തിന്റെ ഓർമ്മ നിലനിർത്തുന്നതിനും അദ്ദേഹത്തിന്റെ സമൂഹത്തെക്കുറിച്ചും അദ്ദേഹത്തെക്കുറിച്ചും ഇടതടവില്ലാതെ അവിടെ ഓർക്കപ്പെടേണ്ടതിന്റെ ആവശ്യകത അതൊരു ചരിത്രപരമായ ആവശ്യമാണ് എന്ന് തിരിച്ചറിഞ്ഞാണ് ഞങ്ങൾ അദ്ദേഹം പഠിച്ച കോഴ്സിൽ BTA കോഴ്സിൽ അവിടെ നിന്ന് പാസ്സാകുന്ന തിയേറ്റർ കമ്മിറ്റ്മെന്റ് പാഷനുമുള്ള ഒരു കുട്ടിയെ തിരഞ്ഞെടുത്ത് അവാർഡ് കൊടുക്കുക എന്നുള്ളതാണ്. സ്റ്റേറ്റ് അവാർഡാണ്. യങ് ആർട്ടിസ്റ്റ് നാടക അവാർഡ് എന്നാണ് അതിൻ്റെ പേര്. ആ ഒന്നാമത് അവാർഡ് കിട്ടിയത് ഒരു പെൺകുട്ടിയായിരുന്നു, മലപ്പുറം ജില്ലയിൽ നിന്നുള്ള അർച്ചന. ഇത്തവണ അവാർഡ് കിട്ടിയിരിക്കുന്നത് ശ്രീജിത്ത് CB. അദ്ദേഹം വളരെ സന്തോഷമുണ്ട് ശ്രീജിത്തിന്റെ പേര് അനൗൺസ് ചെയ്യുമ്പോൾ. നമ്മൾ ഈ അവാർഡിന്റെ ക്രൈറ്റീരിയ വെച്ചിരുന്നിടത്ത് നമ്മൾ കൃത്യമായി പറഞ്ഞിരുന്നു, ഗോത്ര സമൂഹത്തിൽ നിന്ന് നാടകം പഠിക്കാൻ സ്കൂളിൽ കുട്ടികൾ എത്തുന്നുണ്ടെങ്കിൽ അവർക്ക് പ്രയോറിറ്റി കൊടുക്കും. അവരുടെ എക്സലൻസ്, അവരുടെ ശേഷി അതിനെ വിലയിരുത്തിക്കൊണ്ട് അവരെ ആയിരിക്കണം പരിഗണിക്കേണ്ടതെന്ന് നമ്മളൊരു ക്രൈറ്റീരിയ അവാർഡിന്റെ. സ്കൂൾ ഓഫ് ഡ്രാമ HOD നജ്മുൽ ഷാഹി, നാടകകൃത്ത് സുധീർ പെരുങ്ങോട്, കുപ്പുസ്വാമിയുടെ ഭാര്യ ജയന്തി, ഭാരവാഹികളായ CK ഹരിദാസ്, സുധീർ പെരുങ്ങോട് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഒറ്റപ്പാലം നഗരസഭ പരിധിയിൽ വീണ്ടും കാട്ടുപന്നി വേട്ട. കൃഷിക്കും മനുഷ്യജീവനും ഭീഷണിയായ 44 കാട്ടുപന്നികളെ അംഗീകൃത ഷൂട്ടർമാർ കൊന്നൊടുക്കി. തോട്ടക്കര, മയിലുംപുറം, ചിനക്കത്തൂർക്കാവ്, മീറ്റ്ന, പോസ്റ്റൽ ക്വാർട്ടേഴ്സ്, കിള്ളിക്കാവ്, കണ്ണിയമ്പുറം, വായനശാല, കുമ്മാമ്പാറ, പനമണ്ണ സൗത്ത് തുടങ്ങിയ വിവിധ പ്രദേശങ്ങളിലെ കാട്ടുപന്നികളെയാണ് അംഗീകൃത ഷൂട്ടറായ അലി നെല്ലേങ്കരയുടെ നേതൃത്വത്തിലുള്ള സംഘം കൊന്നൊടുക്കിയത്. ശനിയാഴ്ച വൈകിട്ട് 6 മണിയോടെ തുടങ്ങിയ ദൗത്യം ഞായറാഴ്ച വൈകിട്ട് 4 മണിയോടെയാണ് അവസാനിച്ചത്. കൃഷിക്കും മനുഷ്യജീവനും ഭീഷണിയായ 44 കാട്ടുപന്നികളെ സംഘം കൊന്നൊടുക്കി. തുടർന്ന് നഗരസഭയുടെ ട്രെഞ്ചിങ് ഗ്രൗണ്ടിൽ ഹെൽത്ത് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ സംസ്കരിച്ചു. നഗരസഭ പബ്ലിക് HI, ട്രേഡ് ടൂർ NEP മാടശ്ശേരി ഷൂട്ടർമാർക്ക് നന്ദി അറിയിച്ചു. ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റിയുടെ വിവിധ വാർഡുകളിൽ കൃഷിനാശം വരുത്തിക്കൊണ്ടിരുന്ന കാട്ടുപന്നികളെ
മലപ്പുറം ഷൂട്ടറായ മുഹമ്മദ് അലിയുടെ നേതൃത്വത്തിൽ 44 പന്നികളെ ഇല്ലായ്മ ചെയ്തു. അതിന് മുനിസിപ്പാലിറ്റിയുടെ വക എല്ലാവർക്കും നന്ദി പറഞ്ഞു. അംഗീകൃത ഷൂട്ടർമാരായ ഫൈസൽ ഒടമല, മനോജ് മണലായ, ദേവകുമാർ വരിക്കത്ത്, ഇസ്മയിൽ താഴേക്കോട്, സാബു മങ്കട, മുജീബ് മണ്ണാർക്കാട്, മുഹമ്മദ് അലി മണ്ണാർക്കാട്, വേലായുധൻ പെരിന്തൽമണ്ണ, വി ജെ തോമസ് തുടങ്ങിയവരും ദൗത്യത്തിൽ പങ്കാളികളായി. കൂടാതെ സഹായികളും പ്രത്യേക പരിശീലനം ലഭിച്ച വേട്ടനായ്ക്കളും ദൗത്യത്തിലുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പെൻഷൻകാർ പൊതുകാര്യങ്ങളിലും പ്രശ്നങ്ങളിലും സജീവമായി ഇടപെടണമെന്ന് സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷേഴ്സ് യൂണിയൻ 34ാം ജില്ലാ സമ്മേളനം കോങ്ങാട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിങ്ങളുടെ ചർച്ച നിങ്ങളുടെ സംഘടന കാര്യവും നിങ്ങളുടെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പൊതുകാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ നാട്ടിൽ പോലും പാവങ്ങളായ ആളുകൾ ഇപ്പം ഞാൻ 115 കോളനിയിൽ ലൈറ്റ് എത്തിയിട്ടുണ്ടായിരുന്നില്ല. അവിടെ നമ്മൾ എല്ലാവരെയും കൊടുത്തു. ഇനി 7 കോളനി എന്തോ കൊടുക്കാനേ ഉള്ളൂ. ആ കോളനിയിൽ വിൻഡും ലൈറ്റ് പോകാത്ത സ്ഥലത്ത് വിൻഡും സോളാറും കൂടി കൊടുക്കാനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ 77 കൊല്ലമായി സ്വാതന്ത്ര്യം കിട്ടിയിട്ട് നമ്മളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്നുള്ളത് കണ്ടറിയണം. അപ്പം ഇതൊക്കെ പൊതുസമൂഹത്തിൻ്റെ വരുന്ന പ്രശ്നം ചർച്ച ചെയ്യണം എന്നാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. നിങ്ങളുടെ കാര്യം മാത്രം നോക്കിയാൽ പോരാ, മറ്റുള്ള ദുഃഖം അനുഭവിക്കുന്നവരുടെ മുഴുവൻ കാര്യങ്ങളും നിങ്ങൾ നോക്കണം. അങ്ങനെ ഒരു ആക്റ്റീവായി ഇരുന്നാൽ നമുക്ക് വയസ്സാകില്ല, രോഗവും വരില്ല. ജില്ലാ പ്രസിഡന്റ് CS സുകുമാരൻ അധ്യക്ഷനായി. കെ രാധാകൃഷ്ണൻ MP മുഖ്യപ്രഭാഷണം നടത്തി. കഴിഞ്ഞ ഒരു വർഷത്തെ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിൽ ജില്ലയിൽ മികച്ച ബ്ലോക്കായി തിരഞ്ഞെടുക്കപ്പെട്ട കൊല്ലങ്ങോട് ബ്ലോക്കിനെ MP ആദരിച്ചു. കെ ശാന്തകുമാരി MLA, റൂറൽ ബ്ലോക്ക് ട്രഷറർ M കാസിം എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ ഡോക്ടർ KP മോഹനൻ മുഖ്യപ്രഭാഷണം നടത്തി. TR അജയൻ, ശുഗപുരം രാധാകൃഷ്ണൻ, K രാധാദേവി എന്നിവർ സംസാരിച്ചു. ഉച്ചയ്ക്ക് 12:30 ആദരായനം നടന്നു. വിജ്ഞാന കേരളം കോർഡിനേറ്റർ ഡോക്ടർ P സരിൻ ഉദ്ഘാടനം ചെയ്തു. P രാജഗോപാലൻ, V ജയസിംഗ്, NP കോമളം, RA ഉണ്ണിത്താൻ, P രാജഗോപാലൻ എന്നിവർ സംസാരിച്ചു. രചനാ മത്സരങ്ങളിൽ വിജയിച്ചവർക്ക് P വിശ്വനാഥൻ നായർ, CM വർഗീസ് എന്നിവർ സമ്മാനങ്ങൾ നൽകി. K സതീശൻ, KJ നവാബ് ജാൻ എന്നിവർ സംസാരിച്ചു. ഉച്ചയ്ക്ക് ശേഷം നടന്ന വനിതാ സെമിനാറിൽ K ശാന്തകുമാരി MLA അധ്യക്ഷയായി. മുൻ MLA KS സലീഗ, പട്ടാമ്പി മുനിസിപ്പൽ കൗൺസിലർ C സംഗീത, പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു കൃഷ്ണദാസ്, കോങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റ് S സൂര്യ, NP കോമളം, K രേണുകാദേവി എന്നിവർ സംസാരിച്ചു. തുടർന്ന് കലാപരിപാടികൾ നടന്നു. തിങ്കളാഴ്ച രാവിലെ ജില്ലാ പ്രസിഡന്റ് CS സുകുമാരൻ പതാക ഉയർത്തിയതോടെയാണ് ജില്ലാ സമ്മേളന പരിപാടികൾക്ക് തുടക്കമായത്. KPRP ഹയർ സെക്കൻഡറി സ്കൂൾ മുതൽ സമ്മേളന വേദി വരെ അംഗങ്ങളുടെ പൊതുപ്രകടനവും നടന്നു. സമാപന ദിവസമായ ചൊവ്വാഴ്ച പ്രതിനിധി സമ്മേളനം, ട്രേഡ് യൂണിയൻ സുഹൃത്ത് സമ്മേളനം, 2026-27 വർഷത്തെ ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പ് എന്നീ പരിപാടികൾ നടക്കും. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചരിത്രപ്രസിദ്ധമായ തൃശ്ശൂർ പൂരത്തിന് കൊടിയേറി. പ്രധാന പങ്കാളികളായ തിരുവമ്പാടിയും പാറമേക്കാവിലും ഘടകക്ഷേത്രങ്ങളിലും കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചത് തട്ടകക്കാരും ദേശക്കാരും. ചടങ്ങിൽ 100 കണക്കിന് വിശ്വാസികളും പൂരപ്രേമികളും. 33% സ്ത്രീ സംവരണം നിയമസഭാ പാർലമെന്റുകളിൽ ഉറപ്പാക്കുന്നതിനായി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വനിതാ സംവരണ ബില്ലിനെ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി പുറങ്കാലുകൊണ്ട് തട്ടിത്തെറിപ്പിച്ചെന്ന് മഹിളാ മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി സിനി മനോജ്. കേരളത്തിൽ നിന്നും നവോത്ഥാനം പറഞ്ഞുകൊണ്ട് സ്ത്രീകൾക്കൊപ്പമാണെന്ന് നാഴികയ്ക്ക് 40 വട്ടം മുരവിടുന്ന ഭരണപക്ഷ പ്രതിപക്ഷ MP-മാർ ബില്ലിനെ എതിർത്തത് ഖേദകരമെന്നും സിനി മനോജ്. രാജ്യത്ത് പകുതിയിലധികം വരുന്ന സ്ത്രീജനങ്ങളോടുള്ള വഞ്ചനാപരമായ സമീപനമാണ് ബില്ലിനെ എതിർത്തതിലൂടെ പുറത്തു വന്നതെന്നും മഹിളാ മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി. ഒരു പിടി നെല്ലുമായി കർഷക സംഘത്തിന്റെ പ്രതിഷേധം പാലക്കാട്ട്. നെല്ല് സംഭരിക്കാത്തതിലും വില നൽകാത്തതിലും പ്രതിഷേധിച്ച് പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ പാലക്കാട് DCCയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചത്.
സ്വന്തം സമ്പത്ത് നൽകിയാൽ ലോണുകാരാകുന്ന തലതിരിഞ്ഞ സാമ്പത്തിക ശാസ്ത്രം നടപ്പാക്കിയ ഏക സർക്കാരാണ് കേരളത്തിലെ ഇടതു സർക്കാരെന്ന് മുൻ MLA CP മുഹമ്മദ്. കഴിഞ്ഞ സീസണിലെ വില പോലും പൂർണ്ണമായി നൽകാത്ത LDF സർക്കാർ മെയ് 4 കർഷക കണ്ണീരിൽ എരിഞ്ഞു തീരുമെന്നും CP മുഹമ്മദ്. വടക്കാഞ്ചേരി നഗരസഭയിൽ വിജിലൻസിന്റെ മിന്നൽ പരിശോധന. മണ്ണെടുപ്പ് ക്രമക്കേടിൽ ഫയലുകൾ കസ്റ്റഡിയിലെടുത്തു. റെയ്ഡ്. കെട്ടിട നിർമ്മാണ പെർമിറ്റുകൾ ദുരുപയോഗം ചെയ്ത് അനധികൃതമായി മണ്ണെടുത്തു മാറ്റുന്ന മാഫിയ സംഘങ്ങൾക്കെതിരെ സംസ്ഥാന വ്യാപകമായി വിജിലൻസ് നടത്തുന്ന നടപടികളുടെ ഭാഗമായി. ചൂടിന് കാഠിന്യം കൂടുമ്പോൾ പലവിധ രോഗങ്ങൾ പിടികൂടാനുള്ള സാധ്യതയുള്ളതായി ആരോഗ്യവകുപ്പിന്റെ മുന്നറിയിപ്പ്. ആവശ്യമായ മുൻകരുതലും ജാഗ്രതയും വേണമെന്ന് ഷൊർണൂർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ഡോക്ടർ ആർ ഹരി. നിലവിലെ സാഹചര്യത്തിൽ 2 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കണമെന്നും നിർദ്ദേശം. മദ്യലഹരിയിൽ ഭക്ഷണം വിളമ്പുന്നതിനെ ചൊല്ലിയുണ്ടായ തർക്കത്തെ തുടർന്ന് യുവാവിന്റെ അടിയേറ്റ് അമ്മാവൻ മരിച്ചു. മരിച്ചത് പാലക്കാട് വടകരപ്പതി കൗണ്ടന്നൂരിൽ 45 വയസ്സുള്ള സെന്തിൽ കുമാർ. പ്രതിയായ സഹോദരിയുടെ മകനെ കസ്റ്റഡിയിലെടുത്ത് കൊഴിഞ്ഞാമ്പാറ പോലീസ്. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വാർത്ത രാത്രി 9 മണിക്ക്. നമസ്കാരം.